ഓൾ മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെരി സോറി, ഡ്യൂട്ടി ഉള്ളതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ താമസിച്ചത്. എനിക്കറിയാം നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന്. അപ്പം തന്നെ എനിക്ക് വേറൊരു സന്തോഷമുള്ളതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ചാർട്ട് അനലൈസ് ചെയ്ത് നിങ്ങൾ ലെവലൊക്കെ നിങ്ങൾ ഇന്നത്തെ ട്രേഡിനെ പറ്റി അനലൈസ് ചെയ്ത് കാണുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ അങ്ങനെ ചെയ്ത് കാണും. അങ്ങനെയുള്ളവരെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം എന്നും ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുകയല്ല, സ്വന്തമായിട്ട് ട്രേഡ് ചെയ്ത് പഠിക്കുക, സ്വന്തമായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്ത് ട്രേഡിനെ വിലയിരുത്തുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. എൻ്റെ ആഗ്രഹം അത് തന്നെയാണ്. അല്ലാതെ എനിക്ക് പെരുന്തച്ഛൻ അങ്ങനെ മനോഭാവമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും സ്വന്തം കാലിൽ നിന്ന് സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാലും എല്ലാവരും വളരെ ഹാപ്പിയുള്ള ദിവസമാണ് നിങ്ങൾക്കെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലപോലെ ഹാപ്പിയുള്ള ദിവസമാണ്. സ്വന്തമായിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്ത് നമ്മൾ ഇന്നലെ പറഞ്ഞ അതേ കാര്യം എന്താണോ വീക്കിലി അനാലിസിസിൽ നമ്മൾ സംസാരിച്ചത്, അതേ കാര്യം അതുപോലെ സംഭവിച്ചു. നിങ്ങൾ അതിനനുസരിച്ച് ട്രേഡ് ചെയ്യുകയും ചെയ്തു. അതാണ് ഇന്ന് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഇട്ടിരുന്ന നമ്മുടെ പോൾ ഞാൻ മനഃപൂർവ്വം ഇട്ടാണ്. അപ്പോൾ ഇത് അറിയാൻ വേണ്ടിയാണ് എത്ര പേര് നമുക്ക് അതിനകത്തിൽ പെർഫോം ചെയ്തു എന്നറിയാൻ വേണ്ടിയാണ് ഞാനത് ഇട്ടത്. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ലാസ്റ്റ് ഇപ്പോൾ സമയം നാട്ടിൽ എത്രയായി? നാട്ടിൽ ഏകദേശം 12 മണിയായി. നമുക്കൊന്ന് നോക്കാം എന്താണ് ചാർട്ട്. ഇതാ നോക്കിക്കേ, ഇന്നത്തെ ചാർട്ട് നോക്കി കഴിഞ്ഞാൽ 272 പേര് പ്രോഫിറ്റിലാണ്. വേറെ 21 പേര് മാത്രമേ ഉള്ളൂ ലോസിൽ. ഒരു പക്ഷേ അവർ ചിലപ്പം എന്തെങ്കിലും BTST ഹോൾഡ് ചെയ്തവരോ അല്ലെങ്കിൽ ചിലപ്പം അവരുടെ വ്യൂ തെറ്റിപ്പോയതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്. എങ്കിലും വളരെ ചുരുക്കം പേരാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കി 1000 പേരോളം ഈ ഗ്രൂപ്പിലുണ്ട്. ടോട്ടൽ അതിലിപ്പോൾ നമ്മൾ കണക്ക് കൂട്ടുവാണെങ്കിൽ 272 21 ഏകദേശം 300 400 450 പേര്. ഓക്കെ, 1000 പേരിൽ 450 പേരാണ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അപ്പോൾ ബാക്കി 550 പേരും എന്താണ്, നിങ്ങൾ തന്നെ ചിന്തിച്ചോ എന്താണെന്നുള്ള കാര്യം. അപ്പം അടുത്ത ദിവസങ്ങൾ ഈ മാസം തന്നെ ഞാൻ ഇതിന് ഗ്രൂപ്പിന് ഒരു പ്രത്യേകം ഒരു സംവിധാനം ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പം അത് കാരണം നമ്മൾ എന്തിനും ചുമ്മാ വെറുതെ ആളെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മളോട് സഹകരിക്കുന്നവരോട് മാത്രം നമ്മൾ അങ്ങോട്ട് ആ ഒരു വിധേയത്വം കാണിച്ചാൽ മതിയല്ലോ, അല്ലാതെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഗ്രൂപ്പിനകത്തിൽ ഇങ്ങനെ തന്നെ. രണ്ടാമത്തെ ഗ്രൂപ്പിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ഗ്രൂപ്പിനകത്തിലും നമുക്ക് ഇതാ നോക്കിക്കേ, 197 പേരും 16 പേരേ ഉള്ളു ലോസ് അല്ലേ? 16 പേരേ ഉള്ളു ലോസ്, 118. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 350 പേരെ, ഏകദേശം 350 ഇല്ല പേര് ഇവിടെ ഉണ്ട്. 900 പേരോളം. അവർ 350 പേര് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ എനിവേ എനിക്കിത് കണ്ടപ്പം ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ സീനിയേഴ്സ് ഗ്രൂപ്പുണ്ട്, അത് പിന്നെ പോട്ടെ, അത് വേറെ 100 പേരേ ഉള്ളൂ. അതിനകത്തിലും ഏകദേശം 46 പേരോളം പ്രോഫിറ്റാണ്. 42 പേര് ട്രേഡ് ചെയ്തില്ല. അതിൻ്റെ 3-4 പേരേ ഉള്ളൂ ലോസിൽ. അതിനി വേണം, അതുകൂടെ ഞാൻ കാണിച്ചേക്കാം. നോക്കിക്കേ, 41 പേര് പ്രോഫിറ്റ്, വെറും 8 പേര് മാത്രമേ ഉള്ളൂ ലോസ്. 43 പേര് ട്രേഡ് ചെയ്ത്. ആകെ 100 പേരേ ഉള്ളൂ ഇതിനകത്തിലാകെ. 100 പേരേ ഉള്ളൂ. അത് ട്രേഡ് ചെയ്തവർ 49 പേരാണ്. അതിൽ 8 പേര് മാത്രമേ ലോസും, 41 പേര് പ്രോഫിറ്റ്. ഇത് സീനിയേഴ്സ് ഗ്രൂപ്പ്. അതായത് നമ്മുടെ മിഡ് ക്യാപ് ഡോക്ടർ തുടങ്ങിയ കാലം മുതൽ ഉള്ള തുടക്കത്തിലുള്ള ആകെ 100 പേരേ ഉള്ളൂ. ആ 100 പേരാണ് ഇപ്പോഴങ്ങനെ തുടർന്നു പോകുന്നത്. അത്രയും പേരേ ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് നമുക്ക് എന്താ പറയുന്നത്, നമ്മുടെ ഇപ്പോഴത്തെ അപ്ഡേറ്റുകൾ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ചാർട്ടിലോട്ട് വരാം. ചാർട്ടിലോട്ട് വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുള്ളത്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ വരുന്ന ദീപാവലി അവധി ദിവസങ്ങളിൽ അതിനോടനുബന്ധിച്ച് ആ വീക്കെൻഡിൽ നമ്മൾ നാട്ടിൽ 2 ക്ലാസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്തുകാർ വളരെ നാളുകളായിട്ട് ആവശ്യപ്പെടുന്ന ഒരു സംഭവമാണ്. സാറേ, ഒരു ക്ലാസ് നിങ്ങൾ എപ്പോഴും എറണാകുളത്തല്ലേ ക്ലാസ് വെക്കുന്നത്, ഒരു ക്ലാസ് തിരുവനന്തപുരത്ത് വെക്കണമെന്ന് ധാരാളം പേര് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന ദീപാവലി ദിവസം തിങ്കളാഴ്ച നമ്മൾ അന്ന് അവിടെ ഒരു തിരുവനന്തപുരത്ത് ഒരു ക്ലാസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ആ ശനിയാഴ്ച, അതിൻ്റെ തലേ ശനിയാഴ്ച എറണാകുളത്ത് ഒരു ക്ലാസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ അതിൻ്റെ വിശദവിവരങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താല്പര്യം ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പ് വഴി ജോയിൻ ചെയ്തിട്ട് അവിടെ അന്വേഷിച്ചാൽ കഴിഞ്ഞാൽ, അല്ല അതുവഴി നിങ്ങൾക്ക് എന്നെ ഇൻബോക്സിൽ ബന്ധപ്പെടാം. അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ ഇൻബോക്സിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കറക്റ്റ് കാര്യം അറിയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കമൻറ്റിനകത്ത് ഇടണ്ട, നിങ്ങൾ ആ ഗ്രൂപ്പ് വഴി നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പ് വഴി കോൺടാക്ട് ചെയ്യുക. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ അത്രയും വാങ്ങാൻ കഴിഞ്ഞ് താല്പര്യമുള്ളവർ മാത്രം, ഒരു നിർബന്ധവുമില്ല. അങ്ങനെ നമുക്ക് അങ്ങനെ നിർബന്ധിച്ച് ആരെയും ക്യാൻവാസ് ചെയ്ത് പങ്കെടുപ്പിക്കണമെന്നൊന്നും ആഗ്രഹമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അവിടെ യാതൊരുവിധ മന്ത്രമോ മാജിക്കോ അല്ല കുറുക്കു വഴികളോ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല.
അല്ലെ കോൾ കൊടുക്കുകയോ പുട്ട് കൊടുക്കുകയോ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. നിങ്ങൾക്ക് ഇത്രയും നാൾ നിങ്ങൾ പരാജയമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അതിനകത്ത് നിന്ന് കരകയറാം? ഓക്കെ, നിങ്ങളുടെ നഷ്ടങ്ങൾ കഴിഞ്ഞ നാളുകൾ വരുത്തി വെച്ച് നഷ്ടം നിങ്ങൾക്ക് എങ്ങനെ കുറയ്ക്കാം, അതിനെങ്ങനെ ലാഭത്തിലോട്ട് എത്തിക്കാം എന്നുള്ള ക്ലാസ് മാത്രമേ ഉള്ളൂ, ടീച്ചിങ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു പരിപാടിയില്ല. ഇപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ എത്ര കോളും പുട്ടും തന്നോ? ആരെങ്കിലും ഒരു കോളോ പുട്ടോ ഇവിടുന്ന് എടുക്കുന്നോ എല്ലാം പറഞ്ഞോ? ഇല്ല. നിങ്ങളെല്ലാവരും ഈ പ്രോഫിറ്റ് എടുത്തവരെല്ലാം സ്വന്തമായിട്ട് ട്രേഡ് ചെയ്തവരാ, സ്വന്തമായിട്ട് സ്ട്രൈക്ക് കണ്ടുപിടിച്ച് സ്വന്തമായിട്ട് നിങ്ങൾ എൻട്രി എടുത്ത് സ്വന്തമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കിയവരാ, ഇല്ലേ? അപ്പോൾ അതിൽ നിങ്ങൾ അഭിമാനം കൊള്ളണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അത് തന്നെയാണ്. അല്ലാതെ കോളും പുട്ടും മേടിച്ച് നിങ്ങൾ എത്ര നാൾ ജീവിക്കും? പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കുക, ഡിപ്പെൻഡൻസി കുറയ്ക്കുക, അങ്ങനെ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പരിശീലിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ഓക്കെ, അത്രയും ഭാഗം പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നു. അപ്പോൾ നമുക്ക് ചാർട്ടിലോട്ട് നമ്മൾ എന്താണ് പറഞ്ഞത്? മാർക്കറ്റ് ഞാൻ രാവിലെ വോയിസ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, മാർക്കറ്റ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കണ്ടുവരുന്നൊരു സംഭവമാണ് ജമ്പ് ചെയ്യുക എന്നുള്ളത്. അതായത് മാർക്കറ്റ് ചിലപ്പം 10, 15, 20 പോയിൻ്റ് ആയിരിക്കും ഗ്യാപ്പ് അപ്പ്, അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരിക്കും. പക്ഷേ ഓപ്പൺ ചെയ്യുമ്പം 10, 40, 50 പോയിൻ്റ് ജമ്പ് ചെയ്തായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്ത്. അങ്ങനെ ഒരു സവിശേഷത ഞാനിപ്പോൾ കുറേ ദിവസം കൊണ്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ആ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് അതുപോലെ തന്നെ ഏകദേശം 20 പോയിൻറ്റ് ഗ്യാപ്പാണ് ഓപ്പൺ ചെയ്തെങ്കിലും മാർക്കറ്റ് ജമ്പ് ചെയ്താണ് ഒരു 40 പോയിൻറ്റിനടുത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം ആടിക്കളിച്ചു. 3 ക്യാൻഡിൽ താഴോട്ട് റെഡ് ക്യാൻഡിൽ താഴോട്ട് ഫോം ചെയ്തു. പക്ഷേ നമ്മൾ ഈ റെഡ് ക്യാൻഡിലൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഇവിടെ ആ റെഡ് ക്യാൻഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കി ഇതെല്ലാം എന്താണ്? റിജക്ഷനാണ്, അല്ലേ? ഈ ഒരു ക്യാൻഡിൽ റിജക്ഷനാണ്, രണ്ടാമത്തെ ക്യാൻഡിൽ റിജക്ഷനാണ്, മൂന്നാമത്തെ ക്യാൻഡിലും റിജക്ഷൻ. അപ്പോൾ ഈ റിജക്ഷൻ ക്യാൻഡിലുകളാണ് ഇവിടെ എല്ലാം. ഈ റെഡ് ആണെങ്കിൽ തന്നെ റിജക്ഷൻ ക്യാൻഡിലുകളാണ് ഇവിടെ ഫോം ആയത്, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം അതിൽ നിന്ന്? മാർക്കറ്റ് ഇവിടെ നിന്ന് മേളോട്ട് പോകാനുള്ളൊരു ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ശരിയല്ലേ പറഞ്ഞത്? ഇത് റിവേഴ്സ്. അടുത്ത ക്യാൻഡിലും റെഡ് ക്യാൻഡിൽ ഉണ്ടായി നമ്മുടെ ഈ തലവരയ്ക്ക് താഴെ പോയെങ്കിലും ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് എങ്ങനെയാണ്? റിജക്ഷനോടുകൂടെ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തത്. ഇവിടെ നമ്മൾ കൺഫേം ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ട്രെൻഡ് ലൈനും കറക്റ്റായിട്ട് സപ്പോർട്ട് എടുത്തു, ഇല്ലേ? നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ട്രെൻഡ് ലൈൻ വന്ന് മുട്ടി ഇടിച്ച് അവിടുന്ന് മാർക്കറ്റ് തിരിച്ചു പോയി. നമ്മുടെ തലവര വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഞാൻ പറഞ്ഞു 24,890 നമുക്ക് വളരെ ക്രൂഷ്യലാണ്. ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞതാണ്, ഇല്ലേ? അപ്പോൾ ഇവിടുന്ന് സൂപ്പർ റിജക്ഷൻ കിട്ടി. അപ്പോൾ ഇവിടെ റിജക്ഷൻ ഓൾറെഡി ഒരു ഡബിൾ കൺഫർമേഷൻ ഇവിടുന്ന്. അപ്പോൾ പിന്നെ നമുക്ക് ട്രേഡ് കൺഫേം ആയി, ഇല്ലേ? ഇവിടുന്ന് മാർക്കറ്റ് ഉറപ്പിക്കാന്നുള്ളത്. അവിടുന്ന് മാർക്കറ്റ് തിരിച്ച് കയറി അടുത്ത ലെവലിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഓരോ ലെവൽ റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് പോകുന്ന ആലോചിക്കണം. അടുത്ത ലെവലിലെത്തി അവിടെ കുറേ കളി കളിച്ചു. അതിനുശേഷം നോക്കിക്കേ, ഈ ഫസ്റ്റ് ക്യാൻഡിൽ താഴെ പോയി. ഇപ്പോൾ വേണമെങ്കിൽ ഇത് എൻഗൾഫിംഗ് എന്ന് വേണമെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചു. അതിനുശേഷം അടുത്ത ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിൽ വീണു, ഒരു ഡോജി ഉണ്ടായി. അടുത്ത ക്യാൻഡിൽ നോക്കിക്കേ, റിജക്ഷൻ ഉണ്ടായി. ഉണ്ടോ? അവിടെ റിജക്ഷൻ ഉണ്ടായി. വലുതാക്കി കാണിക്കാം, ഞാൻ വലുതാക്കി കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കുറച്ചുകൂടെ. കണ്ടോ? അടുത്ത ക്യാൻഡിൽ എന്തായി? സൂപ്പർ റിജക്ഷൻ ഉണ്ടായി, ഇല്ലേ? അവിടുന്ന് നോക്കിക്കേ, കറക്റ്റായിട്ട് മാർക്കറ്റ് പിന്നെ അവിടുന്ന് അടുത്ത ലെവലിലോട്ട് പോയി. ഒരു ബ്രേക്കൗട്ട് നടത്തി. ഇവിടെ നിന്ന് ചിന്തിച്ചേ, ഒരു നല്ല സ്ട്രോങ് ബ്രേക്കൗട്ട് നടത്തിയതിന് ശേഷം ഇത് ഫോൾസ് ബ്രേക്കൗട്ട് ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു ക്യാൻഡിൽ അവിടെ ഫോമായി, അല്ലേ? ഒരു ഫോം ആയെങ്കിലും റിജക്ഷനോടുകൂടാണ് ഫോം ആയത്. അപ്പോൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തു, എന്താ സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓൾറെഡി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 25.03 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോർട്ട് കവറിങ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ അതിൻ്റെ കൺഫർമേഷൻ ഇത് കഴിയണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഇല്ലേ? അങ്ങനെ അതിനുശേഷം അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായ ശേഷം വീണ്ടും അവിടുന്ന് മാർക്കറ്റ് മോളോട്ട് പോയി. സെല്ലിംഗ് പ്രഷർ വന്നു, എങ്കിലും അവിടുന്ന് അരിഞ്ഞ് മാർക്കറ്റ് മോളോട്ട് കയറി വീണ്ടും നമ്മുടെ 25.033 വന്ന് കറക്റ്റ് സപ്പോർട്ട് എടുത്തു. കണ്ടോ? കറക്റ്റ് വന്ന് സപ്പോർട്ട് എടുത്തിട്ട് അതിനുശേഷം അവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു? അവിടുന്ന് മോളോട്ട് പോയി. നോക്കിക്കേ, അവിടുന്ന് മോളോട്ട് പോയി ബ്രേക്ക് ഔട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കൺഫേം ആയി ഇവിടുന്ന് ഷോർട്ട് കവറിങ് നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലായി. കറക്റ്റായിട്ട് മാർക്കറ്റ് അവിടുന്ന് പിന്നെ ഷോർട്ട് കവറിങ് നടത്തി. മാർക്കറ്റ് അവിടുന്ന് മോളോട്ട് പോയി. മാർക്കറ്റ് ഓൾമോസ്റ്റ് മുകളിലൂടെ ഇവിടം വരെയൊക്കെ പോയി. നമ്മുടെ 108 അടുത്ത് വരെ എത്തിയെങ്കിലും മാർക്കറ്റ് പിന്നെ ഒരു കൺസോൾട്ടേഷൻ മോഡിൽ അവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റ് ഇപ്പോഴും ഒരു അൺസർട്ടനിറ്റി മോഡുണ്ട്. മാർക്കറ്റ് ബുള്ളിഷാണ്, എങ്കിലും മാർക്കറ്റിന് സംശയമുണ്ട്, ഇല്ലേ? മുകളിലോട്ട് പോകാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ട്. കാരണം എന്താണ്? അണ്ണന്മാർ ഇപ്പോഴും 93% ഷോർട്ട് പൊസിഷനിലാണ്
അവർ നിൽക്കുക. അപ്പോൾ ഇന്ന് എന്താ സംഭവിച്ചത്? ഇന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഈ ഗ്രൂപ്പിൽ തമാശ പറയുന്നതും ഓരോരോ സീനറികളൊക്കെ ഇടുന്നത് നിങ്ങൾ എന്താ പറയുന്നത് ഒന്ന് ആക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. കാരണം നമുക്ക് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഫ്രീ മൈൻഡോട് വേണം ട്രേഡ് ചെയ്യാൻ. അല്ലാതെ ഒരു റൂമിനകത്ത് കയറി അടച്ചിട്ടിരുന്ന് ആരോടും മിണ്ടാതെ വെള്ളം കുടിക്കാതെ ആരെങ്കിലും ആണെങ്കിൽ നടക്കുന്ന ഫോൺ വിളിച്ച് അവരെ ചീത്ത വിളിച്ച് അങ്ങനെയൊന്നും അല്ല ട്രേഡ് ചെയ്യേണ്ടത്. വളരെ ഫ്രീ മൈൻഡായിട്ട് കാം ആൻഡ് ക്വയറ്റായിട്ട് വേണം നമ്മൾ ട്രേഡ് ചെയ്യാൻ, റിലാക്സ് ചെയ്ത് വേണം ട്രേഡ് ചെയ്യാൻ. അപ്പോൾ അത് അങ്ങനെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഗ്രൂപ്പിൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ റിലാക്സ് ആയി ഇല്ലേ? നമുക്ക് ഇന്ന് നമ്മൾ ട്രേഡ് ചെയ്ത് വളരെ ഫ്രീ മൈൻഡഡ് ആയിട്ടാണ് ഇല്ലേ? നമ്മളെല്ലാം പ്രീ ഡിഫൈൻഡ് ആയിരുന്നു. നമ്മളെല്ലാം വിചാരിച്ച പോലെ തന്നെയാണ് മാർക്കറ്റിൽ നിന്ന് മുകളിലോട്ട് പോയത്. സമയം 10 മിനിറ്റായി. എനിക്കറിയാം നിങ്ങളിത് രാവിലെ കാണുന്നവർക്ക് ഇത് കാണാൻ സമയം കാണില്ല. കാരണം നിങ്ങൾ 8:45 എഴുന്നേക്കുന്നത്, 8:45 നിങ്ങൾ എഴുന്നേക്കുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കാണാനും നേരം കാണത്തില്ല. അപ്പോൾ വൈകുന്നേരം ആണെങ്കിൽ നിങ്ങൾക്ക് കാണാം, വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് കാണാമെന്ന് വിചാരിക്കാം. പക്ഷേ എന്ത് ചെയ്യാൻ, എൻ്റെ സാഹചര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കണ്ടേ. 8:40 എഴുന്നേക്കുന്നതിൽ ചിരിച്ചോ കേട്ടോ. അപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചത്? മാർക്കറ്റ് ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞാൽ 2-3 ന്യൂസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. 2-3 ന്യൂസ്, ആ ന്യൂസ് നിങ്ങൾ അറിയണം. അപ്പോൾ ഈ ന്യൂസ് മാർക്കറ്റിനെ നാളെ സ്വാധീനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്താ കാര്യം എന്നറിയാമോ? ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ന്യൂസ് എന്നുള്ള കാര്യം. ഒന്നാമത്തെ കാര്യം, ട്രംപ് അണ്ണൻ ഇപ്പം 25% താരിഫ് അടിച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? മീഡിയം ആൻഡ് ഹെവി ട്രക്സിൻ്റെ ഇമ്പോർട്ടിന് 25% താരിഫ് അടിച്ചിട്ടുണ്ട്. ഇത് ചിലപ്പം ഒരു പക്ഷേ നാളെ ഓട്ടോ സെക്ടറിന് എൻ്റെ തലമണ്ടയ്ക്ക് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ടാറ്റ മോട്ടോഴ്സ് ആയിരിക്കും, അവരൊക്കെയല്ലേ കൂടുതലും വലിയ ട്രക്കുകളൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ യൂറോപ്പിലോട്ടാണ് അവർക്ക് കൂടുതലെങ്കിലും US ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഇത് ഓട്ടോ സെക്ടറിനെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. 25% താരിഫ് ഹെവി ആൻഡ് മീഡിയം ട്രക്സിന് അണ്ണൻ അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്നാമത്തെ കാര്യം അത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, യൂറോപ്പ് 50% താരിഫ്, സ്റ്റീലിന് 50% താരിഫ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ക്ലോസ് ഉണ്ട്. അതായത് ഓരോ രാജ്യങ്ങൾക്കും ഒരു കോട്ട നിശ്ചയിച്ചിട്ടുണ്ട്. ഇത്ര സ്റ്റീൽ നിങ്ങൾ ഇറക്കുമതി, ഇത്ര മാത്രമേ നിങ്ങൾ ഇവിടുന്ന് ഇമ്പോർട്ട് ചെയ്യത്തുള്ളൂ എന്നൊരു കോട്ട നിശ്ചയിച്ചിട്ടുണ്ട്. ഈ കോട്ട എക്സീഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ രാജ്യങ്ങൾക്കെല്ലാം 50% താരിഫ് അടിക്കാൻ, സ്റ്റീലിൻ്റെ പുറത്ത് 50% താരിഫ് അടിക്കാനുള്ള ഒരു പ്രപ്പോസൽ യൂറോപ്യൻ യൂണിയൻ കൊണ്ടുവരുന്നുണ്ട് എന്നൊരു ന്യൂസ് ഇപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു കൺസേൺ ആണ്. നമ്മുടെ ലിമിറ്റ് കഴിഞ്ഞോ ഇല്ലെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അപ്പോൾ ഇതും ഒരു കൺസേൺ ആണ്. അപ്പം അണ്ണന്മാർ, അതായത് വിദേശികൾ, FIIs ഒന്നും കാണാതെ ഷോർട്ട് അടിക്കുകയില്ല. മനസ്സിലായോ? ഒന്നാമത്തെ കാര്യം അത്. പിന്നെ ഇവരുടെ ഷോർട്ട് പൊസിഷൻ ഇപ്പോൾ അവർ ഫ്യൂച്ചറിലാണല്ലോ എടുത്തത്. അപ്പം ഈ ഒക്ടോബർ അവസാനം വരെ അവർക്ക് സമയമുണ്ട്. ഇത് ഒഴിവാകാനോ അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യാനോ പൊസിഷൻ റീക്രിയേറ്റ് ചെയ്യാനോ ഒക്കെ അവർക്ക് സമയമുണ്ട്. അപ്പം ഒന്നും കാണാതെ ഇവർ ഈ ഷോർട്ട് പൊസിഷൻ ഇങ്ങനെ നിലനിർത്തത്തില്ല. ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇതൊരു വലിയ കൺസേൺ ആണ് മാർക്കറ്റിന്. ഇത്രയും പ്രശ്നം മാർക്കറ്റ് ബുള്ളിഷായിട്ടും ഇവരെന്തുകൊണ്ട് ഷോർട്ട് പൊസിഷൻ ഒഴിവാക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. അത് മാർക്കറ്റിനെ മുകളോട്ട് കൊണ്ടുപോകുന്നതിൽ നിന്ന് പിൻവലിയാനുള്ളൊരു സാധ്യത ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്കൊരു പോസിറ്റീവ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FIIs 93% ഷോർട്ടാണ്, 93% ഷോർട്ട് പൊസിഷൻ ആണെങ്കിലും നമ്മളുടെ റീറ്റെയിലേഴ്സ് 70% ലോങ് ആണ്. 70%ഓളം ലോങ് സൈഡിലാണ് അവർ നിൽക്കുന്നത്. 70% പ്ലസ് ആണെന്ന് തോന്നുന്നു, കറക്റ്റ് നമ്പർ ഓർക്കുന്നില്ല. അവരെ ഒരിക്കലും ഇവിടുന്ന് പിൻവലിഞ്ഞിട്ടില്ല. ഈ 70% ഷോർട്ട് ലോങ് എന്നുള്ളിടത്തു നിന്ന് അവരൊരിക്കലും പിൻവലിച്ചിട്ടില്ല. റീറ്റെയിലേഴ്സ്. ഇവർ FIIs അവരും പിൻവലിഞ്ഞിട്ടില്ല. അപ്പം ഇവിടെ രക്ഷപ്പെടുത്തിയത് മാർക്കറ്റിൽ നിന്ന് മുകളോട്ട് കൊണ്ടുപോയത് പ്രോക്കാരാണ്, ട്രേഡേഴ്സാണ്. അവരെന്ത് ചെയ്തു? 40-something എന്നുള്ളിടത്തു നിന്ന് 60% ലോങ് ആക്കി. അതാണ് മാർക്കറ്റിൽ നിന്ന് മുകളോട്ട് പുഷ് ചെയ്തത്. അതുപോലെ തന്നെ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ബാങ്കിങ് സെക്ടറും റിലയൻസും ഇന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ബാങ്കിങ് സെക്ടറും ഞാൻ ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു ഇല്ലേ. റിലയൻസ്, HDFC, ICICI ന്യൂട്രൽ. ആദ്യം പോസിറ്റീവ് ആയിരുന്നു, പിന്നെ ന്യൂട്രലായി. കോട്ടക് ബാങ്ക് നല്ല രീതിയിൽ പോയി, ആക്സിസ് ബാങ്ക്, SBIN, അതുപോലെ തന്നെ നമ്മുടെ TCS 3% ഇന്ന് കയറി. IT സെക്ടർ എല്ലാം നല്ലപോലെ പെർഫോം ചെയ്തു. അതുപോലെ തന്നെ ഇൻഫി, ഇവരെല്ലാവരും പെർഫോം ചെയ്തു. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് മാർക്കറ്റ് ഇന്ന്
പറ പറഞ്ഞത്. ഓക്കെ, അപ്പം ഈ ഇന്നത്തെ മാർക്കറ്റ് പറക്കാനുള്ള കാരണം അപ്പോൾ പ്രത്യേകിച്ച് ദീപാവലി വരുവാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു ബൈ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ആൾക്കാർ വസ്തു, കാറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ദീപാവലി സമയത്ത്. അപ്പം ഇതെല്ലാം മാർക്കറ്റിനെ മോളോട്ട് പുഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം അത് GST കുറഞ്ഞത് ഒരു കാരണമാണ്. അപ്പോൾ തന്നെ ഗ്ലോബലി ഇങ്ങനൊരു പ്രശ്നം, മറ്റേ ഹമാസിൻ്റെ പ്രശ്നം ഇതുവരെയായിട്ട് സോൾവ് ആയിട്ടില്ല, അതിനകത്ത് ഒരു സമവായം ഇതുവരെ എത്തിയിട്ടില്ല. ഏത് നിമിഷവും ഇവൻ കയറി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പണിയായിട്ട് വരും. അപ്പോൾ ഇതൊക്കെ മാർക്കറ്റ് ഒരു അൺസർട്ടനിറ്റിയാണ്. അപ്പോൾ തന്നെ മാർക്കറ്റിലൊരു ബൈയിങ് പ്രഷർ നമ്മുടെ ദീപാവലിയോട് ബന്ധപ്പെട്ട്, പിന്നെ ഈ നമ്മുടെ റീറ്റെയിലേഴ്സ് വളരെ സ്ട്രോങ് ആയിട്ട് ബൈയിങ് സൈഡിൽ നിൽക്കുന്നതും ബൈ സൈഡിലോട്ട് മാറിയതും ഒക്കെ നമുക്കൊരു പോസിറ്റീവാണ്. അപ്പം നാളെ രാവിലെ, ഇന്നിപ്പോൾ രാത്രി കഴിഞ്ഞു, നാളെ രാവിലെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം US മാർക്കറ്റ് ഫ്ലാറ്റാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഡൗ ജോൺസ് ഇപ്പോൾ 67 പോയിൻറ്റ് നെഗറ്റീവിലാണ്, അതേസമയം നാസ്ഡാക്ക് പോസിറ്റീവിലുമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് വേണം ADR എന്ന് നോക്കിയേക്കാം. ADR എന്ന് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്കൊന്ന് നോക്കിയേക്കാം ADR എന്താ സംഭവിക്കുന്നതെന്ന്. 15 മിനിറ്റായി, സോറി. ADR പോസിറ്റീവിൽ തന്നെയാണ്, ഇന്നത്തെ അവിടുത്തെ പെർഫോമൻസ് ആണ്. അതുപോലെ ADRൻ്റെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അതുപോലൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. GDR, റിലയൻസിൻ്റെ GDR ഫ്ലാറ്റാണ്, 0 ആണ്. അപ്പം യൂറോപ്യൻ മാർക്കറ്റിന് അവധിയാണെന്ന് തോന്നുന്നു എനിക്ക്. പക്ഷേങ്കിൽ ADRൽ വലിയ പ്രശ്നങ്ങളൊന്നും തട്ടുകടന്നും പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പം അത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അവിടെ. അപ്പം നമുക്ക് നാളെ മാർക്കറ്റ് ഇനിയിപ്പം നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നോക്കിയാൽ എന്താണ്, ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 177 ചെറിയൊരു നെഗറ്റീവിലാണ്. നെഗറ്റിവിറ്റി ഫ്ലാറ്റാണ്, നെഗറ്റീവാണ്. 10-25-30 പോയിൻറ്റോളം നെഗറ്റീവിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 50 പോയിൻ്റ് അടുത്ത് നെഗറ്റീവിലാണ് സാധനം ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ രാത്രി നമ്മൾ ട്രെയിന് ഓടി പിന്നെ ലേറ്റ് ഓടുന്നത് പിന്നെ രാത്രിയിൽ ഓടി ക്ലിയർ ചെയ്യുമെന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ രാവിലെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതെല്ലാം റെഡി ആകാനുള്ള സാധ്യതയും മതി. എനിവേ എന്തായാലും നെഗറ്റീവ് ന്യൂസുകൾ മാർക്കറ്റിലുണ്ട്. അപ്പോൾ തന്നെ നമ്മൾക്ക് ആശ്വസിക്കാനുള്ള വകയും ഉണ്ട്. അപ്പം പണി ഏത് വഴി കൂടാണ് വരുന്നതെന്ന് നമ്മൾ നോക്കിയിരിക്കുക. കൃത്യമായി നമ്മുടെ ലെവലുകൾ ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. സമയം ഇച്ചിരി നീണ്ടുപോയി. അപ്പം നാളെ ബാക്കി ബാങ്ക് നിഫ്റ്റി പറഞ്ഞില്ലേ, ധൃതി വെച്ച് പറയുന്നതുകൊണ്ടാണ്. ബാങ്ക് നിഫ്റ്റി നമ്മൾ ഇന്ന് നല്ല പോസിറ്റീവിലായിരുന്നു. നമ്മൾ പറഞ്ഞ ലെവലുകളൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ഗ്യാപ്പ് ഓപ്പൺ ചെയ്തു നമ്മുടെ ലെവലിൽ തന്നെ സസ്റ്റെയിൻ ചെയ്തു. അവിടെ നേരെ പോയി അടുത്ത് നമ്മുടെ ലെവലിലെത്തി. ഞാൻ പറഞ്ഞു ഈ 56-110 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് പിന്നെ അടുത്ത ഫർദർ സ്റ്റെപ്പിലോട്ട് പോകാനുള്ള സാധ്യതയാണുള്ളത്. ഏകദേശം ആ റേഞ്ചിലാണ് 156-104. ഓക്കെ, 56-104 ഈ വരയ്ക്ക് അടുത്ത് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാളെ ഗ്യാപ്പ് അപ്പോഴുകൂടെ ഓപ്പൺ ചെയ്തതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഫർദറായിട്ട് മുകളിലോട്ട് പോകും. ഓക്കെ, അത്രയോളം പറഞ്ഞുകൊണ്ടാണ് നിൽക്കുകയാണ്. അടുത്ത നമ്മുടെ മിഡ് ക്യാപ്പ് നോക്കിക്കേ, വളരെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ലൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. 1-2 കാര്യം ഇവിടെ പറയാനുണ്ട്. പൊട്ടുപോകല്ലാരും നിഫ്റ്റിയുടെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ആ കാര്യം വിട്ടുപോയി, ഞാൻ മറന്നുപോയി. ഇപ്പോൾ നോക്കിക്കുക, ഈ ട്രെൻഡ് ലൈൻ ഇവിടെ കടന്നോട്ടെ. ഈ ട്രെൻഡ് ലൈൻ കടന്ന് ഈ 12,965 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ട് തന്നെ മിഡ് ക്യാപ്പ് പോകും എന്നാണ് വിശ്വാസം. കാരണം നമ്മുടെ BSE ഡിക്സണും ഇവർ രണ്ടുപേരും മാത്രം മതി. BSE ഇന്ന് പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇന്ന് BSE കാരണം 3000 കിടന്ന സാധനമാണ്. BSE ഒന്ന് പെർഫോം ചെയ്യുകയും ഡിക്സണും ഒന്ന് പെർഫോം ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മിഡ് ക്യാപ്പ് പറക്കും. അതിൻ്റെ കൂടെ കോഫോർജും ഈ പെർസിസ്റ്റൻസ് സിസ്റ്റം കൂടെ ഒന്ന് സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പറക്കും. ഓക്കെ, അപ്പം മിഡ് ക്യാപ്പിനെ നിങ്ങൾ നോക്കി വെച്ചോളൂ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടാം. മിഡ് ക്യാപ്പ് നമ്മുടെ നിഫ്റ്റിയുടെ കാര്യം ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് സൂചിപ്പിച്ചത്, നമ്മൾ കഴിഞ്ഞ ദിവസം നിഫ്റ്റിയുടെ ഡേ ചാർട്ട് നമ്മളൊന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഞാൻ കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞത്? കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? ഇതാ നോക്കിക്കേ, നിഫ്റ്റിയുടെ ഡേ ചാർട്ടായി കാണുന്നത്. ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഇവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ നോക്കിക്കേ, ആ ഏരിയയിലോട്ട് അപ്രോച്ച് ചെയ്യുക. ഇതാണ് ഈ ഏരിയയാണ് നിൽക്കേണ്ടത്. അപ്പോൾ ഈ ഏരിയയിലോട്ട് അപ്രോച്ച് ചെയ്യുകയാണ്. അപ്പോൾ നാളെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ബ്രേക്കൗട്ട് നടത്തി മുകളിലോട്ട് പോകുമോ, അത് ഇവിടെ തട്ടി തിരിച്ചു വരുമോ നമുക്ക് നോക്കണം. ഓക്കെ, ഇത് നിങ്ങൾ ഓർത്ത് വെച്ചോണം മനസ്സിൽ കേട്ടോ. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചോണം. ഇവിടെ ഇങ്ങനെ ഒരു ബ്രേക്കൗട്ട് നടക്കുമോ, ഡേ ക്യാൻഡിലിൽ ഇവിടെ ഇങ്ങനെ ഒരു ബ്രേക്കൗട്ട് നടക്കുമോ, അവിടെ തട്ടി തിരിച്ചു വരുമോ എന്നുള്ളത് നമുക്ക് നാളെ കറക്റ്റ് അറിയാൻ പറ്റും. ഇതേ സെയിം സിനാരിയാണ് നമ്മുടെ മിഡ് ക്യാപ്പിന് നമ്മുടെ ഇതേ സെയിം സിനാരിയാണ് നമുക്ക് കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഇവിടെ ഇതുപോലെ തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ട്. അപ്പോൾ ഇവിടെ ഇത്
ഓക്കെ, ഇവിടെ കട്ടി തിരിച്ച് വരുമോ ഇവിടുന്ന് മേലോട്ട് പോകുമോ എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോ. അപ്പോൾ ഇതുകൂടെ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോണം. ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പം 20 മിനിറ്റോളമായി, സമയം ഒത്തിരി പോയി എനിക്കറിയാം. അപ്പോൾ നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. സൂക്ഷിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം താങ്ക് യു ഓൾ.